ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജാഫറീസ്. അപ്പോൾ ഇവർക്കൊരു നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ലേ ഒരു പരിപാടി സെൽഫ് മേക്കപ്പ് ആൻഡ് ഡ്രോൾ. അപ്പോൾ ഇന്നത്തെ ടൈറ്റിൽ കണ്ടുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു സെൽഫ് മേക്കപ്പ് ആൻഡ് ഡ്രസ്സപ്പാണ്. മെയിനായിട്ട് മേക്കപ്പാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈസി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാം എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. സോ അപ്പോൾ ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്, ഒരു അമ്പലത്തിലെ വിഷ്ണുവിൻ്റെ അമ്പലത്തിലെ ഒരു പരിപാടിയാണ്. സോ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യാം, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് മമ്മയൊക്കെ ഡ്രസ്സിങ്ങും മുടിയൊക്കെ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് മാത്രം ചെയ്താൽ പോയി. സോ അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇന്ന് സ്കൂളിൽ പോയിരുന്നില്ല. സോ അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചിരുന്നു, അമ്പലമായതുകൊണ്ട്. നല്ല ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കാം. നല്ല കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഡോട്ട്സൊക്കെ ആക്കിയിട്ട് മോയ്സ്ചറൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് ഫാൻ ഇടാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. സോ അപ്പോൾ ഡാഷ് ഉണക്കിച്ചാണ് എടുക്കുന്നത്, കാരണം ലൈറ്റ് അത്ര ശരിയില്ല. സോ ഞാൻ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ഉറച്ചൊരിച്ചൊരിച്ചൊരിച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനത്തെ ഇതിനെക്കുറിച്ച് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അധികം ഡാർക്കാക്കി ഇപ്പോൾ എൻ്റെ ചിഹ്നാണ്, എൻ്റെ ചിഹ്നിനെ അധികം ഞാൻ ഹാർഷാക്കിയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല പണിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇങ്ങനെ ഹാർഷാക്കി കൊടുക്കണ്ട, അങ്ങനെ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇത് എൻ്റെ ഒരു ടൈപ്പാണ് കേട്ടോ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വലിയ സയൻസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും നന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു നമ്മളൊരു സ്പോഞ്ചുണ്ട്. സോ അതിന് ജസ്റ്റ് ഒന്ന് വെച്ചാക്കാതെ പോയതാണ് നമുക്ക് സാധിക്കും ഒന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടിയാണ് നമ്മൾ ആ വെള്ളപ്പോലെ ഉണ്ടായത്, നമുക്ക് ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. നല്ലതാണ്, പക്ഷെ അത് ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാനൊന്നും ഇതാക്കിയിട്ട് അപ്പോൾ അത് അടച്ച് വെച്ചില്ലേ. നല്ല എനിക്കിത് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇനി അത് ട്രെൻഡീസിൻ്റെ ഒരു മേക്കപ്പ് ഒരു മിനി മേക്കപ്പ് കിറ്റുണ്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ADSൻ്റെ ഒരു ഗാർലിക് കോമ്പാക്റ്റാണ്. സോ ഞാനത് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പണ്ടേയുള്ളൊരു കോമ്പാക്റ്റാണ്. പണ്ട് മൂകാംബികയിൽ കളിക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വാങ്ങിച്ചാണ് ഞാൻ കേട്ടോ. ഇത് പിന്നെ എൻ്റെ മിനി ബ്രഷ് കിറ്റാണ്, ഇതിലെല്ലാത്തിൻ്റെയും ബ്രഷ് ഉണ്ട്. സോ അത് ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിനടി ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേക്കപ്പ് സെറ്റ്, മിനി മേക്കപ്പ് സെറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി എടുക്കാനുണ്ട്. സോ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു അതിലുള്ളത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പാക്റ്റാണ്. സോ ഞാൻ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കോൺടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പവർഫുൾ കോൺടർ ഒന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു കോൺടറാണ്. സോ എനിക്ക് അധികം അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതന്നെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി ഒന്ന് ഇതാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വൃത്തിക്ക് കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറേൻ്റെ അടുത്തിരുന്ന ഞാൻ ഫ്ലാഷ് അവിടെ ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പം മുമ്പിലൊരു മിററും ഉണ്ട്, അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഐഷാഡോ ഉണ്ടാവല്ലോ, ഐഷാഡോ വെച്ച് നമ്മൾ നോസിന് കോൺടർ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഇസ് മോർ എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനകത്ത് മുടിയിലൊന്ന് നാക്കി നോക്കി. അപ്പം കളയേണ്ട ഭാഗത്ത് ഞാൻ കുറേ കളഞ്ഞു. അപ്പം കഴുത്തിനൊന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയായ പിങ്കണേഷി. അപ്പോൾ അതിന് മുമ്പ് ഐഷാഡോ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളർ ഒരു പേർപ്പിളിഷും ഗോൾഡനാണ്. അപ്പോൾ ഞാൻ പേർപ്പിൾ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു ബ്ലൂയിഷ് ഫോക്കി ബ്ലൂയിഷ് പോലത്തെ കളർ എടുത്തിട്ടുണ്ട്. സോ അത് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു ഗോൾഡൻ കളർ എടുത്തിട്ട് നടുക്ക് ബേസ് പറഞ്ഞാൽ ചെറുതായിട്ട് നടുക്ക് ഇങ്ങനെ പോപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺമഷി എഴുതാം. സോ അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചായിട്ട് നമ്മളെ ചീക്സ് നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വരില്ല. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഐഷാഡോ വെച്ചിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ അതെല്ലാം റെഡി ഞാൻ കുറേ കോപ്പായിട്ട് കളിക്കുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഇനിയുടെ 18 ഡ്രാമ ബോൾഡ് ബ്ലാക്ക് ലാസ്റ്റ് മച്ച് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു പെൻസിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പാകം എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. സോ ഞാനത് ജസ്റ്റ് ഒന്ന് മമ്മീൻ്റെ അടുത്ത് തുറക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ കണ്ണിലിടുമ്പോഴേക്ക് തന്നെ അത് പൊട്ടിയിട്ട് ഓൾറെഡി പൊട്ടിച്ചുണ്ടായത്. അപ്പം അത് പൊട്ടിയത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ കളഞ്ഞതിന് ശേഷം വീണ്ടും ഇടാൻ നമ്മൾ വീണ്ടും തുടങ്ങി. ഞാൻ എങ്ങനെ ഇടുക വെച്ചാൽ അടിയിലിട്ട് ഞാൻ ഉള്ളിൽ ആദ്യം അടിയിലിടും. അതിനുശേഷം ഞാൻ നേരെ വാലിൻ്റെ മേലേക്കാണ് കോണറിലേക്ക് കൊടുത്തതിന് ശേഷം ആ വാലിനെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഗരുഡിൻ്റെ വിങ്സൊക്കെ പോലെ വളച്ച വിങ്സൊക്കെ പോലെ ഗരുഡിൻ്റെ കണ്ണാക്കി എടുക്കുന്നുണ്ട്. കണ്ണ് വരയ്ക്കാൻ ഏറ്റവും പ്രശ്നം. അതുകൊണ്ടാണ് മമ്മേന്ന് എനിക്ക് മേക്കപ്പ് തരാട്ടെങ്കിൽ മമ്മയിൽ എനിക്ക് എത്രയും മേക്കപ്പ് തരുന്നത് എല്ലാവർക്കും കണ്ണ് വരയ്ക്കണമെങ്കിൽ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ എങ്ങനെയോ മാനേജ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു ഭാഗത്തിലെ ഇത് വാല് കുറച്ച് കട്ടിയില്ലാണ്, മറ്റേത് കട്ടിയില്ലാതെ ഒന്ന് ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്, ഒന്ന് നേരെയാണ്. സോ മതിയെന്ന് ഞാൻ വിചാരിച്ചു. കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ മാറ്റിക്കളഞ്ഞ്. സോ അപ്പം ഇത് മറ്റേ ടൈപ്പ് ഇത് പുതിയ നമ്മളിപ്പം വാങ്ങിച്ചതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇട്ടാകുമ്പോഴേക്കെൻ്റെ ഇതിനൊക്കെ പീലിക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കിയത്. സോ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അടിയിലൊക്കെ ഇങ്ങനെ പെരങ്ങുന്ന എൻ്റെ കൈക്കൊക്കെ ആകുമ്പോൾ സോ അതൊക്കെ നമ്മളൊന്ന് മാറ്റി. ജസ്റ്റ് ഒന്നും കൂടി ആക്കി കൊടുത്തു. ഇനി അപ്പുറത്തെ സൈഡിൽ ഇടുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അപ്പുറത്ത് ഇടുമ്പോഴേക്ക് ഇപ്പുറത്ത് എന്തെങ്കിലാണെന്ന് തോന്നും. അപ്പോൾ ഇപ്പുറത്ത് ഇടുമ്പോൾ അപ്പുറത്ത് എന്തൊക്കെയാണെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനെ എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ ചെറുതായിട്ട് കൊളായി. ഇങ്ങനെ മമ്മയൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നിക്കൊണ്ടൊന്ന് മാറ്റിട്ടൊന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. സോ ഇനി അടുത്ത പരിപാടി ഇനി പൊട്ട് അതിൻ്റെയൊക്കെ പാറൊക്കെ വന്നു. മമ്മ അത് മാറ്റി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അമ്മ പറഞ്ഞത് ലാസ്റ്റ് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഇതാ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തു. വീണ്ടും ഒന്ന് ശരിയാക്കി അങ്ങനെ ഇതാക്കി. എനിക്ക് ഞാൻ പൊട്ട് വെച്ചു, വലിയ ബ്രൗണാണ് വെച്ചത്. പിന്നെ അതിന് 3 ഡോട്ടും വെച്ചു. പിന്നെ സാധാരണ ഫെവിക്വിക്കിൻ്റെ ഗം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചേട്ടോ. സോ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടോ. ഏതാ ലിപ്സ്റ്റിക്ക് എന്ന് വിചാരിച്ചാൽ നൈക്കയുടെ മാറ്റ് ഫിനിഷിങ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ അന്നും അത് തന്നെയാണ് ഇട്ടത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞിരുന്നു ആ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട്. സോ അത് തന്നെയാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ ബ്രോസിന് അങ്ങനെ വരച്ചിട്ടൊന്നുമില്ല. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ചെറിയ ബ്രഷ് ഉണ്ട് കേട്ടോ. അത് അപ്പോൾ ഒരു ഷേവിങ് സെറ്റിൻ്റെ അകത്തുള്ള പഴയ ബ്രഷാണ്. സോ അത് ഞാൻ ഉപയോഗിച്ചൊന്ന് ചെയ്തു. മേക്കപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. പരിപാടി മൊത്തത്തിൽ തന്നെ കഴിഞ്ഞു. എന്താ ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ.